ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാം 1 ഒന്നാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗത്തിൻ്റെ വാർഷിക എക്സാം 2025 നടന്ന ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിപ്പെടുത്താനാണ് ആദ്യം. എന്താണ് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ബദരീങ്ങളാണ്. ബദരീങ്ങളുടെ സ്ഥാനം എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ബദറിൽ പങ്കെടുത്തവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, അവരാണ് ബദരീങ്ങളെന്ന്. അപ്പോൾ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദരീങ്ങൾ. അടുത്തെന്താണ്? ഹൃദയത്തിനുള്ള മരുന്നാണ്. എന്താണ് ഹൃദയത്തിനുള്ള മരുന്ന്? 4 പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഖുർആനോദൽ. നമ്മൾ പറഞ്ഞു, അർത്ഥം മനസ്സിലാക്കി ഖുർആനോതുക, പിന്നെ രാത്രി നിസ്കരിക്കുക, പിന്നെ അത്തായ സമയത്തെ ദുആ, പിന്നെ സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കൽ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുക കേട്ടോ. അടുത്തതെന്താണ്? ഖബറിൽ ചോദ്യമില്ലാത്തവരാണ് ആര്? ശുഹദാക്കൾ. കുട്ടികൾ, ശുഹദാക്കൾ എന്നിവർക്ക് ചോദ്യം ഉണ്ടാവില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശുഹദാക്കൾ എന്ന് ടിക്ക് ചെയ്യാം. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് പുരട്ടി വിഷം ഇറങ്ങി ആരുടേതായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ. സർപ്പം കൊത്തി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി വിഷം ഇറങ്ങി വേദന ശമിച്ചു. അപ്പോൾ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്ത ആരായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു. 10 വർഷം അനസ് റളിയല്ലാഹു അൻഹു സേവനം ചെയ്തു. ഒരിക്കൽ പോലും എന്നോട് ചേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അത് അനസ് റളിയല്ലാഹു അൻഹു. അടുത്ത് അഭിമുഖം എന്നാണ് അർത്ഥം. മുക്കാബലത്ത് അഭിമുഖം. അടുത്തതിന് ചേരുംപടി ചേർക്കണം. ഖത്താദ റളിയല്ലാഹു അൻഹു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയപ്പോൾ കണ്ണ് സുഖപ്പെട്ടു. ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് തറച്ച് പറഞ്ഞു തൂങ്ങിയ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമിനീര് പുരട്ടി തടവിയപ്പോൾ സുഖപ്പെട്ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അടുത്ത അബൂജഹൽ എന്താണ്? ബദറിലെ ഖുറൈശികളുടെ തലവനായിരുന്നു അബൂജഹൽ. ബദറിലെത്തിയ ഖുറൈശികളുടെ തലവൻ അബൂജഹൽ. ഇനി അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്താണ്? തോട്ടം കുടുംബാംഗങ്ങൾക്ക് വീതിച്ച് നൽകി. തൻ്റെ തോട്ടം കുടുംബാംഗങ്ങൾക്ക് വീതിച്ച് നൽകിയത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. എന്താണ്? താബികളിലെ പ്രമുഖനായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ഈ ഏതാ? ഇനി അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹു. എന്താണ്? മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ച വീട്ടുടമ. അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ സമയത്ത് താമസിച്ചതൊക്കെ നമ്മൾ പഠിച്ച് അല്ലേ? അപ്പം അതിൻ്റെ ബി എഴുതാം. അടുത്തത് പൂരിപ്പിക്കാനാണ്. ദാനശീലർക്ക് ഡാഷ് വർദ്ധിക്കും. എന്താണ്? സമ്പത്ത്. ദാനശീലർക്ക് സമ്പത്ത് വർദ്ധിക്കും. ദാനശീലം സമ്പത്തിനെ ചുരുക്കുകയില്ല എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ദാനശീലർക്ക് സമ്പത്ത് വർദ്ധിക്കും. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യം ഡാഷ് എന്ന സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചു. ആദ്യം നിർമ്മിച്ചത് എവിടെയാണ്? കുബായ് എന്ന സ്ഥലത്താണ് മസ്ജിദ് നിർമ്മിച്ചത്. പിന്നീട് മസ്ജിദുൻ നബവി നിർമ്മിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് അല്ലേ? അപ്പോൾ അത് ആദ്യം നിർമ്മിച്ചത് കുബാ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പട്ടിനേക്കാൾ മൃദുലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പട്ടിനേക്കാൾ മൃദുലമാണ്. ഇനി ബദറിൽ ഡാഷ് മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു. 70 മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു. 70 മുശ്രിക്കുകളെ തടവിലാക്കപ്പെട്ടു. 14 സഹാബികളാണ് ഷഹീദായത്. അടുത്തത് എന്താണ്? ജിഅ്ത ഡാഷ് മദീന. എന്താണ്? ജിഅ്ത ഷറഫ്തൽ മദീന മർഹബൻ യാ ഹൈറദാഇൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മദീന നിവാസികൾ തൊലൽ ബദർ പാടി സ്വീകരിച്ചു അല്ലേ. അവർ ദഫ് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. അപ്പോൾ അവിടെ ബൈത്തിൽ നിന്നാണ് ജഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഹൈറദാഇ, അതാണ് വന്നത്. അപ്പോൾ അത് ബൈത്ത് മേലെ വേറെ ലൈനുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതുപോലെ വരാം, മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാണ് മിൻ ഐന ഹിയ കാദിമ, അവൾ എവിടെ നിന്ന് വരുന്നു, അവൾ എവിടെ നിന്ന് വരുന്നു എന്നാണ് ചോദ്യം. എവിടുന്നായിരുന്നു നമ്മൾ 4ാമത്തെ പാഠം അല്ലേ, അന മുസാഫിർ എന്നുള്ള പാഠം പഠിച്ചിരുന്നു. അപ്പം ഇന്ന് മറുപടി പറയുന്നുണ്ട്. ഹിയ കാദിമത്തും മിനൽ ഹജ്ജ്, അവർ ഹജ്ജ് കഴിഞ്ഞാണ് വരുന്നത്, ഹജ്ജ് യാത്ര കഴിഞ്ഞാണ് അവർ ഹജ്ജ് കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റ് ലൈനുകളൊക്കെ വരാം പാഠഭാഗത്തു നിന്ന്. ഹൽ അൻതി മുസാഫിർ, അപ്പോൾ അന ഫിൻതിലാരി ഉമ്മി ആയിഷ എന്നൊക്കെ പറയുന്ന സംഭാഷണത്തിൽ പാഠഭാഗത്ത് വരുന്നുണ്ട്, ഇതുപോലെ വരാം. അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ബദറിൽ എത്ര സഹാബികൾ ഷഹീദായി? ബദറിൽ 14 സഹാബികളാണ് ഷഹീദായത്. ബദറിലെ ശുഹദാക്കൾ, ബദറിൽ പങ്കെടുത്തവർ എത്രയായിരുന്നു? 313 പേരാണ്. അതിൽ ഷഹീദായത് 14 പേര്. സഹാബികൾ ഷഹീദായത് 14 പേര്. അടുത്തതാ, ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും ആര്? ആരാണ് മറുപടി പറയുക? മുഅ്മിന് മറുപടി പറയും, സത്യവിശ്വാസികൾ. അടുത്തത്, എല്ലാ തിന്മകളുടെയും മാതാവാണെന്ത്? മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്. എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം. അടുത്തത്, വടി നിലത്തിട്ടാൽ പാമ്പാകുന്ന മോചിതത്ത് കാണിച്ച നബി ആരായിരുന്നു? മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമാണ്. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് എന്തിനാണ്? നമ്മെ പരീക്ഷിക്കാനാണ്. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. ഉറുമ്പ് എന്നതിൻ്റെ അറബി പദം ഉറുമ്പ് നംലുൻ എഴുതാം. ഇനി അടുത്ത ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ ജുമാ നിർവഹിച്ചത് എവിടെയായിരുന്നു? കുബായിൽ നിന്ന് പോകുമ്പോൾ ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട്, ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യത്തെ ജുമാ നിർവഹിച്ചത്. 100 പേര് പങ്കെടുത്തു ആ ജുമയിൽ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതി എന്താണ്? വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകാൻ എന്തായിരുന്നു കാരണം? നബിയെയും സഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചു, അക്രമം അഴിച്ചുവിട്ടു, സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് എഴുതാം. ഖുറൈശികൾ നബിയെയും സഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചു, അക്രമം അഴിച്ചുവിട്ടു, സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല, നബിയെ വധിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചത്. അടുത്ത, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കും. ആർക്കാണ്? വല്ലവനും വിജ്ഞാനം സമ്പാദിക്കാനുള്ള വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടും. വല്ലവനും വിജ്ഞാനം, അറിവ് സമ്പാദിക്കുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടും. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ 2 ഉദാഹരണങ്ങൾ എന്താണ്? നമ്മൾ 6ാമത്തെ പാഠത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ പ്രധാന വശങ്ങൾ. അപ്പോൾ അതിൽ 2 ഉദാഹരണം ഇതാണ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളു എടുക്കുന്ന വെള്ളം കിട്ടാൻ സഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. ആ വെള്ളം കൊണ്ട് അവർ ശരീരത്തിലും മുഖത്തും തടവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് അവർ കൈകളിലെടുക്കുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. സംസാരം ശ്രദ്ധയോടെ കേൾക്കുന്നു. ബഹുമാനാധിക്യം കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ 2 ഉദാഹരണങ്ങളാണിത്. അപ്പോൾ സ്നേഹപ്രകടനത്തിൻ്റെ പ്രധാന വശങ്ങൾ ചോദിച്ചിട്ടാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ സുന്നത്തിനെ സംരക്ഷിക്കുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക, അവിടുത്തെ സുന്നത്തിനെ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഹ് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ പ്രധാന വശങ്ങളാണ്. അടുത്തെന്താണ്? അറബിയിലേക്ക് വിവർത്തനം ചെയ്യാൻ. എന്താണ്? അവൾ എവിടെ നിന്ന് വരുന്നു? അവൾ എവിടെ നിന്ന് വരുന്നു? നമ്മൾ ഫസ്റ്റ് നേരത്തെ ഒരു ചോദ്യം വന്നതാണ് അല്ലേ? അപ്പോൾ അവൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് മിൻ ഐന ഹിയ കാദിമത്തുൻ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? മിൻ ഐന ഹിയ കാദിമത്തുൻ, അവൾ എവിടെ നിന്ന് വരുന്നു എന്നത് അതിൻ്റെ അറബി മിൻ ഐന ഹിയ കാദിമത്തുൻ. അടുത്ത 5 വരി കുറയാതെ ഉപന്യസിക്കാൻ. അവിശ്വാസികളുടെ ഖബർ, അവിശ്വാസികളുടെ ഖബറിൻ്റെ അവസ്ഥ, അതേപോലെ സത്യവിശ്വാസികളുടെ ഖബറിൻ്റെ അവസ്ഥ വരും. അവിശ്വാസികളുടെ ഖബറിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഹാ ലാ അതിരി എന്നവർ പറയും. അപ്പോൾ ഒരു അശരീരി കേൾക്കും, എൻ്റെ അടിമ കളവ് പറഞ്ഞു, നരകത്തിൻ്റെ വിരിപ്പ് അവന് നൽകൂ, നരകവാതിൽ അവന് വേണ്ടി തുറക്കൂ, നരകത്തിലെ വസ്ത്രം അവനെ ധരിപ്പിക്കൂ. അപ്പോൾ നരകത്തിലെ കഠിന ചൂടും ചൂടുകാറ്റും അവൻ്റെ ഖബറിൽ വന്നെത്തും, ഖബർ ഇടുങ്ങും. അതേപോലെ സത്യവിശ്വാസിയുടെ ഖബറും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് വന്നാൽ എഴുതാൻ കഴിയണം. അതേപോലെ ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ട് മദ്യപാനം, ബദർ യുദ്ധം ഒക്കെ നമുക്ക് എഴുതാൻ വന്നാലേ എഴുതാൻ കഴിയണം. ബദർ യുദ്ധം ലോക ചരിത്രത്തിൽ തുല്യതയില്ല, എന്താണ്? ശക്തമായ വിജയം കൈവരിച്ചു. സഹാബികളുടെ കൈവശം മതിയായ ആയുധമോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നാണ് ബദറിൽ വെച്ച് ഇരു സംഘവും ഏറ്റുമുട്ടിയത്. അവർ 1000-ഓളം യോദ്ധാക്കളുണ്ടായിരുന്നു. അബൂജഹലായിരുന്നു അവരുടെ സൈന്യത്തലവൻ. അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ടും. അപ്പം ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടുപോവുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.